അതുകൊണ്ട് ഈ സജ്ജാന് ഈ ജയിലർ പറഞ്ഞു, ഇതാ ജാ അല്ലൈലു ഫദ്ഹബ് ഇലാ ദാരിക, രാത്രിയായാൽ ഞാൻ നിങ്ങൾക്ക് തുറന്നു തരാം, നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളു. പിന്നെ ബുക്കറത്തന്നഹാരി, നേരം പുലർന്ന് നേരത്തെ ഇവിടേക്ക് ഹാജരായാൽ മതി, നിങ്ങളെ ഞാൻ വിട്ടയച്ചതാണ്. നിങ്ങൾ നിരപരാധിയാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ജയിലിൽ രാത്രിയാൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, രാവിലെ നേരത്തെ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് ഈ ജയിലർ പറയുമ്പോൾ എന്തായിരിക്കും ഇബ്നു സിരീൻ തങ്ങൾ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച സ്വഹാബത്തിൽ നിന്ന് ദീൻ പഠിച്ച ഇബ്നു സിരീൻ തങ്ങളുടെ മറുപടി എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ റളിയല്ലാഹു തആല തങ്ങൾ പറയുന്നു, ഇന്നി ലാ ഉഈനുക അലാ ഖിയാന, നിന്നെ ഈ ജയിലിന്റെ കാര്യം ഏൽപ്പിച്ചത്, ഈ കാര്യം ഏൽപ്പിച്ച് നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച അമാനത്താണ്. അമാനത്തിൽ വഞ്ചന നടത്തുക തെറ്റാണ്. ഈ തെറ്റിന് എന്നോടൊപ്പം ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇവർക്കൊരു ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിലും ഈ ഖിയാനത്ത്, വഞ്ചന ചെയ്യുന്നതിന് ഞാൻ കൂട്ടുനിൽക്കില്ല എന്ന് പഠിപ്പിച്ചത് ദീനുൽ ഇസ്ലാമാണ്. ഞാൻ നീട്ടി പോകുന്നില്ല. അതുകൊണ്ട് ദീൻ പഠിച്ചാലുണ്ടാകുന്ന ഗുണം നിങ്ങൾ നോക്ക്. ആരെ വഞ്ചിക്കാനാണ്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഇറങ്ങി വരുന്നു. ഒരു മലന്റെ താഴ്ഭാഗത്ത് നിൽക്കുമ്പോൾ ഒരു ഇടയൻ ഇറങ്ങി വന്നപ്പോൾ ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ബിഇനി ഷാത്തം മിൻ ഗനമിക, ഒരുപാട് ആടുകളുണ്ടല്ലോ, അതിൽ നിന്ന് ഒരാട് എനിക്ക് തന്നേക്ക്, പൈസ തരാം, വില തരാം. ഉടനെ ആ ഇടയൻ പറയുന്നു, ഇനി മംലൂക്കുൻ, ഇത് എൻ്റെ ആടല്ല, എൻ്റെ ഉടമക്കാരൻ്റെ ആടാണ്, എൻ്റെ മുതലാളിൻ്റെ ആടാണ്, അതുകൊണ്ട് ഇത് വിൽക്കാൻ എനിക്ക് അധികാരമില്ല. അപ്പൊ ഇയാൾക്ക് എങ്ങനെയുണ്ട് പടച്ചോനെ പറ്റിയുള്ള ബോധം എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖുൽ ലിസയ്യിദിക അകലഹ അദ്ദിബ്, നിന്റെ യജമാനനോട് നീ പറ. എന്തു പറ? ചെന്നായിന്റെ ശല്യം പെരുത്ത സ്ഥലമല്ലേ ഇവിടേക്ക് സാധാരണ ചെന്നായി കുടിച്ചു പോകലില്ലേ? ഒരാട് എനിക്ക് തന്നിട്ട് അവിടെ ആട് എവിടെയെന്ന് ചോദിച്ചാൽ അകലഹ നീബു, അത് ചെന്നായി തിന്നുപോയി നീ പറഞ്ഞേക്ക്, എന്നാൽ നിന്റെ സയ്യിദ് നിന്റെ മുതലാളി അത് വിശ്വസിക്കില്ലേ? അത് പറയുമ്പോൾ ഒരു കോളേജിൽ പഠിപ്പിക്കുന്ന ലെക്ചറല്ല, സാധാരണ ഒരു ജനങ്ങളുമായി ധാരാളമായി സമ്പർക്കം പുലർത്തുന്ന ആളല്ല, മലയിൽ ആടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പാവപ്പെട്ട മനുഷ്യന്റെ മറുപടി, എന്റെ യജമാനനോട് അത് ചെന്നായി തിന്നു എന്ന് പറഞ്ഞാൽ ആളെ വിശ്വസിക്കും. നാളെ അള്ളാഹുവിന്റെ കോർട്ടിൽ വന്ന് അള്ളാഹു എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിനോട് എന്ത് മറുപടി പറയും എന്ന ബോധമുണ്ടാക്കി തീർത്തത് ദർസാണ്, ഈ ഇൽമാണ്. ഇതാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. ഇതുകൊണ്ട് എന്തുണ്ടാവും? ഉസ്താദുമാരെ ആദരിക്കും, മാതാപിതാക്കൾ ആദരിക്കും, വലിയവരാദരിക്കും, ചെറിയവരോട് സ്നേഹം കാണിക്കും. മല്ലം യർഹം സഗീറന വലം യുവക്കിർ കബീറന ഫലൈസ മിന്നാ. സാധാരണ കേൾക്കുന്നല്ലേ, വലിയവരെ ആദരിക്കുക, ചെറിയവരോട് വാത്സല്യം കളിക്കുക. ഇതൊക്കെ ഉണ്ടായി നാട്ടിൽ നല്ലൊരു സന്തോഷാവസ്ഥ ഉണ്ടാകും. നമ്മൾ ഇവിടെ ആപത്തിന്റെ ആളുകളാണെന്ന ധാരണ നീങ്ങിപ്പോകും. കാരണം നമ്മൾ അങ്ങനത്തെ ആളുകളല്ല. നമ്മളുടെ നിയമമായി എഴുതി വെച്ചിട്ടുള്ളത് എന്താ? നമ്മൾ മറ്റുള്ള മതസ്ഥരോട് വെറുപ്പുള്ളവരാണോ? അല്ലെന്ന് ഇക്കാലം വരെ അവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഇപ്പോഴും അവർക്ക് അറിയുന്നത് അവർ തിരുത്തി വെറുതെ ഉള്ളിനെതിരായി പറയുകയാണ്. സത്യത്തിൽ നമ്മുടെ നിയമമായി നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത് കപ്പൽ യാത്ര ചെയ്യുകയാണ്, കപ്പൽ മുങ്ങാൻ പോകുന്നു. ആ സമയത്ത് അതിൽ നിന്ന് കുറച്ച് ആളുകളെ കടലിലേക്ക് എറിഞ്ഞാൽ ബാക്കിയുള്ളവർ രക്ഷപ്പെടും. ഈ ഒരവസ്ഥയിൽ കപ്പലിൽ മുസ്ലിമുമുണ്ട്, മുസ്ലിം അല്ലാത്തവരുമുണ്ട്. എങ്കിൽ പാടില്ല, കുറ്റമാണ്, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുന്ന പ്രവർത്തനമാണ് കാഫിറിനെ കടലിലേക്ക് വലിച്ചെറിയൽ. മുസ്ലിമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കാഫിറിനെ കടലിലേക്ക് എറിഞ്ഞാൽ അള്ളാഹുവിന്റെ കുറ്റമുണ്ടാകുമെന്നാണ് നിയമമായി നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്. നിങ്ങൾ ചിന്തിക്കണം, ഇത് എവിടെ നമുക്ക് എന്താ വർഗീയത എവിടെ? ഇതൊന്നും ഇല്ലെന്ന് അവർക്കും അറിയാം. പക്ഷേ നമ്മുടെ തോന്നിയാസം കൊണ്ട്, നമ്മുടെ പ്രവർത്തന മോശം കൊണ്ട് നമ്മളെപ്പറ്റി ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, എവിടെ വർഗീയതയില്ലാതെ ഇവിടെ സന്തോഷമുള്ളൊരു ജീവിതം ഈ ലോകത്ത് നയിക്കാനും
പരലോകമോക്ഷം നേടാനും ഉപകരിക്കുന്ന, അതിന് വേണ്ടുന്നതൊക്കെ നൽകുന്ന ഏറ്റവും വലിയൊരു പ്രവർത്തനമാണ് ദർസ് എന്നത്. ആ ദർസ് ഇന്നിത് അവിടെ നമ്മുടെ നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നു, ഇത് പോരാ, ഇവിടെ ഒരു പോരാ, നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-30 മഹലിലേക്ക് വേണ്ടുന്ന ഉസ്താദുമാരെ ഇവിടെ നിന്ന് വളർത്തിയെടുക്കണമെന്നൊരു തീരുമാനം. അതുകൊണ്ട് ഇന്ന് 30ഓളം കുട്ടികൾ മുത്താലിമീങ്ങളുടെ വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ കുറഞ്ഞ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ അവർ ആലിമീങ്ങളാൻ പോകുന്നു. ഒരുപാട് 30 മഹല്ലുകൾക്ക് നേതൃത്വം കൊടുക്കാൻ മതിയാകുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കുന്ന ഒരു ഭാരിച്ച ബാധ്യത നാം ഏറ്റെടുത്തിട്ടുണ്ട്. അതിനൊരുപാട് കഷ്ടപ്പാടുകൾ നാം സഹിക്കേണ്ടി വരും. എന്ത് സഹിച്ചാലും അതൊക്കെയും അല്ലാഹു തആലയുടെ വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ. എന്തുകൊണ്ട്? ഈ ഒരു കാര്യത്തിനല്ലേ ലക്ഷത്തിലേറെ നബിമാർ ഇവിടെ വന്നത്. എന്തിനാണ്? ആദം നബി അലൈഹി സ്വലാം മുതൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള അമ്പിയാക്കൾ ഇവിടെ വന്നത് എന്തിനാണ്? ജനങ്ങൾ ദുനിയാവിലെ ജീവിതം അത് സമാധാനപൂർണ്ണമാകാൻ വേണ്ടി, പരലോകമോക്ഷം നേടിത്തരാൻ വേണ്ടി. ഇതിനു വേണ്ടിയല്ലേ അമ്പിയാക്കൾ വന്നത്. ഇതിനാണ് ലക്ഷത്തിലേറെ നബിമാർ വന്നത്. ഈ മഹത്തായ പ്രവർത്തനമാണ് ഇന്ന് ദർസ് കൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ അമ്പിയാക്കളുടെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗം എന്ന നിലയ്ക്ക് നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ സംഭാവന ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അഹോരാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു തആല റാഹത്ത് നൽകട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ലത്തീഫ് മുസ്ലിയാർ, നമ്മളെ ആദ്യാരമാണ് ലത്തീഫ് മുസ്ലിയാർ, എത്ര 10,000 രൂപ ഇതിലേക്ക് സംഭാവന തന്നിട്ടുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അവരുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങൾ അല്ലാഹു തആല അകറ്റി കൊടുക്കട്ടെ. തങ്ങളും പാപ്പ ദുആ ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു മഹത്തായ പ്രവർത്തനം ഒരു 10-30 മഹല്ലെങ്കിലും നമുക്കൊരു തന്റെ ഇടമുള്ള മഹല്ലാക്കി മാറ്റണം എന്ന ഒരു കാര്യം അരീകോട് മഹല്ല് ഏറ്റെടുത്തിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. അതിനുള്ള എല്ലാ തുണയും, പിന്തുണ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം പിന്തുണ മുൻതുണയും വേണ്ടേ, അതിന്റെ എല്ലാ പിന്തുണയും മുൻതുണയും ഒക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകും. അവരെ കൊണ്ട് തന്നെ ഈ കാര്യം ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അല്ലാഹു തആല എല്ലാം ഭംഗിയാക്കി തരട്ടെ. അതിനായി അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.